നിങ്ങളോടൊപ്പം ഞാൻ റെനീഷ് അരിപ്പള്ളി. ഞാൻ റസിയ. ആത്മാവിന്റെ ശുദ്ധീകരണത്തിനും സംസ്കരണത്തിനും വേണ്ടി അള്ളാഹു പ്രത്യേകം സജ്ജമാക്കിയ വിശുദ്ധിയുടെ മാസമാണ് മുഹറം. അതിനാൽ നമ്മുടെ മനസ്സും എന്നും വിശുദ്ധിയിലെ അത്യുന്നതങ്ങളിലേക്കെത്തട്ടെ. മനസ്സിന് സമാധാനവും ജീവിതത്തിന് ലക്ഷ്യബോധവും ആത്മാവിന് ആത്മവിനോദവും സമ്മാനിക്കുന്നതാണ് നമ്മുടെ പുണ്യദിനങ്ങൾ. ആധ്യാത്മികത അവന്റെ അനശ്വര പ്രഭ അനുവദിക്കാനും സഹായിക്കുന്നു. അനുഷ്ഠാനങ്ങളിൽ ആത്മാർത്ഥതയും പെരുമാറ്റങ്ങളിൽ നിഷ്കളങ്കതയും അന്തരാളങ്ങളിൽ വിശുദ്ധിയുമായി നമുക്ക് നടക്കാം. ഹിജറയുടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാവർക്കും പുതുവർഷ സന്തോഷങ്ങൾ നൽകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഒരു ചരിത്ര മുഹൂർത്തത്തെയാണ് ഹിജറ കലണ്ടർ അടയാളപ്പെടുത്തുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ശാസ്ത്രീയമായി സംവിധാനിച്ച അറബിക് കലണ്ടർ അതിൻ്റെ ഒരു മുഹൂർത്തം നിശ്ചയിക്കേണ്ടത് എവിടെയെന്ന് ആലോചിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ഹിജറയാണ് അടയാളപ്പെടുത്തിയത്. ലോകത്ത് അതുല്യമായി എന്നേക്കും അടയാളപ്പെടുത്തപ്പെട്ട സാഹോദര്യ സംവേദനങ്ങളും എല്ലാം ഹിജറ നമുക്ക് നൽകുന്നു. നാം നമ്മാൽ കഴിയുന്നത് നൽകുന്നതോടൊപ്പം മറ്റുള്ളവരിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് ചെയ്യുന്ന ജനകീയ പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിങ്കൽ ഏറെ പ്രതിഫലാർഹമാണ്. ഹിജറയുടെ പാഠങ്ങൾ, മുഹറത്തിൻ്റെ ചരിത്രങ്ങൾ, നമ്മുടെ പ്രവർത്തന വഴിയിലെ നന്മകൾ എല്ലാം ഒത്തുചേരുന്നതാവട്ടെ നമ്മുടെ പുതുവർഷം. ജനസമ്പർക്കവും സാഹോദര്യവും ഒക്കെ വർദ്ധിപ്പിച്ച് പ്രകൃതിക്ഷോഭങ്ങൾക്കിടയിൽ എല്ലാവരും ജീവകാരുണ്യക്ഷേമ പ്രവർത്തനത്തിൻ്റെ പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള ആശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി നമ്മൾ കൂടുതൽ കർമ്മവഴിയിലിറങ്ങി വീണുകിടക്കുന്നവർക്ക് താങ്ങ് നൽകാനും ജീവിതത്തിൽ പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷ കൊടുക്കാനും പവിത്രമായ കർമ്മങ്ങൾക്കിടയിൽ വീണുപോയവർക്ക് ഒരാശ്വാസം നൽകാനുമുള്ള ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളുടെ കൂട്ടമാകാനും ഒരുപാട് ആളുകൾക്ക് നന്മകൾ പകർന്നുകൊണ്ട് മുന്നേറാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സന്തോഷങ്ങൾ നേർന്ന് മുഹറം സന്തോഷങ്ങൾ അറിയിക്കുന്നു. ആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമുക്കറിയാമല്ലോ, ആശുറാ ദിനത്തോടനുബന്ധിച്ച് പ്രവാചക കുടുംബത്തോട് അടങ്ങാത്ത സ്നേഹവായ്പാണ് മാലോകർക്കുണ്ടായിരുന്നത്. അതെ, അത്തരം സ്നേഹത്തോടെ തന്നെയാണ് ഈ മാസവും നമ്മൾ നമ്മോടൊപ്പമുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറേണ്ടത്, അല്ലേ? അതെ അതെ. നിനക്കറിയോ മറ്റൊരു സംഭവം? എന്താണ്? ആദം നബിയെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ നിന്നും അള്ളാഹു പുറത്താക്കി ഭൂമിയിലേക്ക് അയച്ചതും പിന്നീട് ഇരുവരുടെയും പശ്ചാത്താപം ഉടയവൻ സ്വീകരിച്ചതും ഈ ആശുറാ ദിനത്തിലാണെന്ന്. തീർച്ചയായും. യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് യഅ്കൂബ് നബി അലൈഹി ഇസ്ലാം കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന കാരണത്താൽ സഹോദരങ്ങൾ അദ്ദേഹത്തെ കിണറ്റിലെറിയുകയും പിന്നീട് അതുവഴി വന്ന വഴിയാത്രക്കാർ കിണറ്റിൽ നിന്നും നബിയെ രക്ഷപ്പെടുത്തി ഈജിപ്തിൽ അബ്ദുൽ അസീസ് രാജാവിനെ അടിമയായി വിൽക്കുകയും ചെയ്തു. ഈ കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അസീസ് രാജാവിന്റെ ഭാര്യയ്ക്ക് സുമുഖനായ യൂസഫ് നബിയോട് തോന്നിയ അനിയന്ത്രിതമായ അനുരാഗം, യൂസഫ് നബിക്ക് അതിനോടുള്ള പുച്ഛവും പിന്നീട് യൂസഫ് നബിയെ ജയിലിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം യൂസഫ് നബി അലൈഹിസ്ലാം ജയിൽ മോചിതനായതും തന്റെ മകന് നഷ്ടപ്പെട്ട ദുഃഖം താങ്ങാനാവാതെ കരഞ്ഞ് കരഞ്ഞ് ദൃശ്യശക്തി നഷ്ടമായ യാക്കൂബ് നബിക്ക് നഷ്ടപ്പെട്ട കാഴ്ചശക്തി മകനാകുന്ന യൂസഫ് നബിയുടെ കുപ്പായം തന്റെ മുഖത്തിട്ടപ്പോൾ തിരിച്ചു കിട്ടിയതും നീണ്ട കാലങ്ങൾക്കു ശേഷം ബാപ്പയും മകനും പരസ്പരം സന്ധിച്ചതും മുഹറം 10 ഖലീഫ യസീദിന്റെ ദുർഭരണത്തിൽ സഹിക്കാനാവാതെ വീർപ്പുമുട്ടി വല്ലാതെ വലഞ്ഞപ്പോൾ ഇറാഖിലെ ജനങ്ങൾ കത്തിലൂടെ തങ്ങളുടെ ദയനീയത ബോധ്യപ്പെടുത്തുകയും എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഈ ക്രൂരനായ ഭരണാധിപനിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതു പ്രകാരം ഹുസൈൻ അവറുകളും സംഘവും ഇറാഖിലേക്ക് പുറപ്പെട്ടു. അതെ, അവർ അവിടെ എത്തിയപ്പോഴേക്കും ഇറാഖി ജനത കാലുമാറുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും സംഘത്തിനും അഭയം നൽകുന്നത് പോയിട്ട് ഒന്ന് വിശ്രമിക്കാൻ പോലും ഒരിടം പോലും നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാൻ തയ്യാറാവാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തുകയുമായിരുന്നു ആ കാപാലിക വർഗം ചെയ്തത്. അതെ, ഈ സംഭവം ചരിത്രത്തിലെ എന്നത്തെയും കറുത്ത അധ്യായം തന്നെയാണെങ്കിലും ആ അർത്ഥത്തിൽ ഇതൊരു ദുഃഖദിനമായി ആഘോഷിക്കുന്നതും നല്ല. പ്രവാചകനായ അയ്യൂബ് നബിയെ പടച്ചവൻ ശരീരത്തിന്റെ അകത്ത് വലിയ വേദന കൊടുത്തുകൊണ്ടും മറ്റു വിധേനയും പരീക്ഷിച്ചു. എല്ലാവിധ പരീക്ഷണങ്ങളിലും അടിപതറാതെ പിടിച്ചു നിന്ന അദ്ദേഹത്തിന് അള്ളാഹു പൂർണ്ണമായ രോഗശാന്തി നൽകുകയും എല്ലാവിധ സന്തോഷങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തത് ഇങ്ങനെയൊരു 10 അത് മാത്രമല്ല, ജൂദാസ് വളരെ ചുരുങ്ങിയ വെള്ളിക്കാശിനു വേണ്ടി ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കുകയും ശത്രുപക്ഷം നബിയെ പിടികൂടാനായി വരികയും ചെയ്തപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തെ അവസാനത്തെ നബിയും കാരുണ്യത്തിന്റെ കേദാരവുമായ മുഹമ്മദ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നും യാതൊരുവിധ തെറ്റുകളും സംഭവിക്കില്ലെന്ന് നാഥന് വാക്കുകൊടുത്തതും മുഹറം മാസത്തിലെ 10 തന്നെയാണ്. അതെ, ഇങ്ങനെ ശ്രേഷ്ഠതകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് മുഹറം. ചന്ദ്രവർഷത്തിലെ ആദ്യ മാസം ഒരിക്കൽ കൂടി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ
ആ ദൈവസന്നിധിയിൽ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സർവ്വ സൃഷ്ടികൾക്കും സമാധാനവും വിജയവും കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്നീ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ നമുക്ക് അർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ. എല്ലാവരുടെ കർമ്മമണ്ഡലങ്ങളിലും മാനസതലങ്ങളിലും പുണ്യവും നിഷ്കളങ്കമായ സ്നേഹപ്രഭയും ആധ്യാത്മികതയുടെ നൈർമല്യഭാവവും ഭയഭക്തിയും നിറയട്ടെ. മാവിന്റെ ശുദ്ധീകരണത്തിനും സംസ്കരണത്തിനും വേണ്ടി അള്ളാഹു പ്രത്യേകം സജ്ജമാക്കിയ വിശുദ്ധിയുടെ മാസമാണ് മുഹറം. അതിനാൽ നമ്മുടെ മനസ്സും എന്നും വിശുദ്ധിയിലെ അത്യുന്നതങ്ങളിലേക്കെത്തട്ടെ.